നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഒരു തേർഡ് വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ പവർ ഓഫ് അവെയർനെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈൻഡ്ഫുൾനെസ്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചിന്തയില്ല. വെൻ മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ അവിടെ തോട്ട്സ് ഇല്ലാത്ത ഒരു മൊമെൻ്റ് എന്ന് പറയുമ്പോൾ, തോട്ട്സ് വന്നാൽ മാത്രമല്ലേ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തോട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തകളില്ലാണ്ട് വരുമ്പോൾ നമുക്ക് ഇമോഷൻസ് ഇല്ല, ആവശ്യമില്ലാത്ത ബിഹേവിയേഴ്സ് ഇല്ല. നമ്മളൊരു ഏതൊരു സമയത്തും ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഇത് മനസ്സിലാക്കുക, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഉണ്ട്. അതിലൊക്കെ മെഡിറ്റേഷൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ മാൻ ഇതിനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ദ ബെസ്റ്റ് ഈസിയസ്റ്റ് വേ, രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരാഴ്ച പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ്ഫുൾ പ്രാക്ടീസാണ് അത് രണ്ടും തന്നെ. സോ നമുക്ക് അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാവും. ആ എക്സ്പീരിയൻസ് എൻജോയബിൾ ആണോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ദ ഫസ്റ്റ് തിങ് ഈസ്, നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഹാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഹാൻഡ് യൂസ് ചെയ്യുക. ഇഫ് യു ആർ എ റൈറ്റ് ഹാൻഡർ, യൂസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. അത് വെച്ചിട്ട് നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾ ബ്രഷ് ചെയ്ത് നോക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിഫിക്കൽട്ടി, നമ്മൾ ഏതൊരു ഹാബിറ്റും, നമ്മൾ ഡ്രൈവിംഗ് പറയുന്ന പോലെ തന്നെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കോൺഷ്യസ് ആണ് നമ്മൾ ഇത് കൊണ്ടേ ഇടിക്കുമോ അങ്ങനെയാണ്. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവിംഗ് ആവും. അവിടെ നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ബ്രേക്ക് ഇടേണ്ട സമയത്ത് ബ്രേക്ക് ഇടും, ഹോൺ അടിക്കേണ്ട സമയത്ത് ഹോൺ അടിക്കും. വാട്ട് എവർ ഇറ്റ് ഹാപ്പൻ സബ് കോൺഷ്യസ് ലെവൽ. അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ് ബ്രഷിംഗ് ദ ടീത്ത്. ഈ സാധനത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവുക. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു റൈറ്റ് ഹാൻഡ് ഡ്രൈവിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് പോകുമ്പോഴുള്ള ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ടാവുമല്ലോ ഇനിഷ്യലി. ആ ഡിഫിക്കൽട്ടി ഇവിടെയും നമ്മൾ ഫീൽ ചെയ്യും. സോ യൂസ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ടു ബ്രഷ് യുവർ ടീത്ത് ഇഫ് യു ആർ എ റൈറ്റ് ഹാൻഡ്. നെക്സ്റ്റ് 1 വീക്കിലേക്ക്. സോ അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, യു ബിക്കം വെരി കോൺഷ്യസ്. ഈ കോൺഷ്യസ് ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുൾ ആവും. അവിടെ മൈൻഡ്ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട്സ് സീസ് ആവും. അവിടെ ആ ചിന്ത ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, 80% ഓഫ് ദ ടൈം നമ്മൾ പല്ല് തേക്കുമ്പോൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ കുളിക്കുമോ, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കണോ, അല്ലെങ്കിൽ എത്ര മണിക്ക് ഓഫീസിൽ പോകണം, ഓഫീസിൽ പോയിട്ട് എന്താ ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ അതിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക്. Okay, so this is the first activity which I want you to do for the next 1 week and experience mindfulness. And second activity, I would say, next time when you want to have a coffee or a tea, ഒരു 5 to 10 minutes അതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. away from gadgets, away from talking. ഈ രണ്ട് കാര്യമില്ലാതെ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കുക. fully into the process of having a coffee or a tea. Take it in your hands. അതിനെ ഫീൽ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്, യു ആർ ഹോൾഡിങ് ഇറ്റ്. ചെറിയ ചൂടിങ്ങനെ വിരലിലേക്ക് അത് വരും. അതിനെ ഫീൽ ചെയ്യുക. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 5 സെൻസസിനെയും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 5 സെൻസസും യൂസ് ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് എൻജോയബിൾ ആവും. അവിടെ നമ്മൾ മൈൻഡ്ഫുൾ ആവും. അവിടെ ഈ പറയുന്ന തോട്ട്സ് കുറയും. സോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു വാട്ട് ഐ വാസ് സെയിങ്, hold the coffee in your hands, feel that warmness near your hands. അത് കഴിഞ്ഞിട്ട് തന്നെ സ്മെല്ല് ചെയ്യുക. ആ കോഫിയുടെ സ്മെല്ല് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഹാവ് എ സിപ്പ്. ആ സിപ്പ് ചെയ്ത് ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൗത്ത് ഫോർ സം ടൈം ബിഫോർ യു ഗൾപ്പ് ഇറ്റ്. അതിനുശേഷം അത് ഇങ്ങനെ ഇറക്കുമ്പോൾ യു വിൽ ഫീൽ ദാറ്റ് ഗോയിങ് ഡൗൺ. അത് കണ്ണടച്ച് എൻജോയ് ചെയ്യുക. അങ്ങനെ ഓരോ സിപ്പും നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ബെറ്റർ ആവും. അപ്പോൾ നിങ്ങൾ ആ കോഫി കുടിക്കുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആവും. അതാണ് എൻജോയിങ്, അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾ എൻജോയ്മെൻറ്റ് എന്ന് പറയാം നമുക്ക്. സോ ഈ രണ്ട് കാര്യങ്ങൾ അടുത്ത ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്യുക. ഇഫ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ഓഫ് എക്സ്പീരിയൻസിങ് മൈൻഡ്ഫുൾനെസ്. ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട്
നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇഫ് യു നീഡ് ടു നോ മോർ അബൌട്ട് മൈൻഡ്ഫുൾനെസ് ഡു ലെറ്റ് മീ നോ ഓൾസോ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ ലക്ഷ്മൺ സൈനിങ് ഓഫ് വൺസ് അഗെയിൻ. താങ്ക് യു. സീ യു ടിൽ നെക്സ്റ്റ് ടൈം.